ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായി ഞാൻ ലൈവ് ഉണ്ടായില്ല. അതെന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഒരു വ്ളോഗ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ബാംഗ്ലൂർ എന്തിനാണ് പോയെന്നുള്ളതൊക്കെ നിങ്ങൾ വഴിയെ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ക്രിയേറ്റർ കമ്മ്യൂണിറ്റി ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ബാംഗ്ലൂരേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഗൂഗിളിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടി. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് കുറേ പേരുണ്ടായിരുന്നു. ഇതാരാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കസാംബ്രോന്റെ സ്വന്തം ചേട്ടനെ നമ്മളെ യൂട്യൂബ് ഇവന്റിന് വന്നതാണ് ഗൈസ്. ഞാനും ആദ്യമായിട്ട് പുള്ളി ആദ്യമായിട്ടാണ് അല്ലേ? നമ്മൾ എക്സൈറ്റഡ് ആണ്. നിങ്ങളോ? ഞാൻ ഫസ്റ്റ് ടൈം വ്ലോഗ് എടുക്കുന്നത്. ഫസ്റ്റ് വ്ലോഗാണോ? എനിക്കറിയില്ല എങ്ങനെ എടുക്കേണ്ടത്. ഞാൻ മെയിൻ വ്ലോഗിങ് ആയതുകൊണ്ട് ഗൈസ് മുകളിൽ ഇൻവൈറ്റ് കിട്ടിയതുകൊണ്ട് നമ്മൾ വന്ന് വ്ലോഗ് എടുക്കാൻ വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടായിട്ട് എന്തായാലും ഇപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നല്ലോ, അപ്പൊ കാണാം. അപ്പോൾ പുള്ളിയെ അതുപോലെ നമ്മുടെ വേറെയും കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നായാലും നമ്മുടെ ബ്രൈറ്റ് ഫോക്സ്, അതുപോലെ ബ്ലഷ് വിത്ത് ആഷൻ എന്ന് പറയുന്നൊരു ബ്യൂട്ടി ബ്ലോഗർ, പിന്നെ വേറെ ഒരു പുള്ളിക്കാരി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് മലയാളികൾ ഉണ്ടായിരുന്നു. എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ പുറത്ത് അതുപോലെ നോർത്ത് ഇന്ത്യ ആ ഒരു സൈഡ്, നോർത്ത് ഈസ്റ്റാണ്, ജാർഖണ്ഡ്, ആന്ധ്ര അങ്ങനെയുള്ള സൈഡിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ഈവൻറ്റിന് നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന ഗൂഗിളിനെ ആയാലും നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ മാനേജേഴ്സിനെ ആയാലും വലിയൊരു താങ്ക്സ്. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് മാത്രമല്ല, ഇത് വളരെ ആഗ്രഹിച്ചിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയില്ല. എനിക്കിങ്ങനെ ഇവരൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതും അതുപോലെ ഗൂഗിളിൻ്റെ ഇങ്ങനെ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. സോ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് നിങ്ങളുടെ സപ്പോർട്ടിൽ. നല്ല വൈബായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ കൂടെ തന്നെ ഇവർ കാണുന്ന 2 പേരും അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആയിക്കോട്ടെ ഭയങ്കര വെൽക്കമിങ് ആണ്. ഇവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പറഞ്ഞു കണ്ടിരിക്കാൻ പറ്റില്ല. അവരുടെ കൂടെ തന്നെ നിർത്തിയിട്ട് കൊണ്ടുകടന്ന് ഓരോ സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഇതിൽ ഫുഡും കാര്യങ്ങളൊക്കെ വളരെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഈ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടൊക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ, കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഞാൻ അവിടുന്ന് കഴിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാനിവിടുത്തെ ഐറ്റം. ഇത് സനുഭവൻ്റെ ഇതിലുള്ളതാണ്. പിന്നെ നമ്മുടെ ബ്രൈറ്റ് ഫോക്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഗൂഗിളിൻ്റെ ഓഫീസിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ, കാരണം ഇപ്പം നോക്കിയാൽ നല്ലൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഗ്രൗണ്ടൊക്കെ കാണാം നിങ്ങൾക്ക്. അതുപോലെ ഈ ഫുഡ് കോർട്ട് തന്നെ 2 എണ്ണമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയേണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഈവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൊള്ളായിരുന്നു. മൊത്തത്തിൽ വൈബൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും വരുന്നില്ല വാക്കുകളൊന്നും. നമുക്ക് ഇനിയുള്ള വ്ളോഗുകളിൽ കൂടുതൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇത്രയും നല്ല ഫുഡും അതുപോലെ ഇങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയും തന്നതിന് ഗൂഗിളിനും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒന്നുകൂടി ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇതെങ്ങനെ പറഞ്ഞാലും തീരത്തില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയധികം നന്ദി. ഇതാണ് എൻ്റെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത 1-2 ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.